പൊന്നാനിയിലാണ് കുറച്ച് ഗുരുതര പ്രശ്നമുള്ളത്. പൊന്നാനിയിൽ ഇന്നലെയൊക്കെ ഉണ്ടായ കടലാക്രമണത്തിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും അവിടെ കടൽ വലിയ രീതിയിൽ ക്ഷോഭിച്ചിരുന്നു. പൂർണ്ണമായും വീടുകളൊക്കെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഈ കടൽ ഭിത്തിയൊക്കെ കെട്ടാത്തതാണ്. നമസ്കാരം. റോമ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഒരു ചക്രവർത്തി ചെയ്യില്ല എന്നാണ് സാധാരണ ജനം കരുതുന്നത്. റോമ പോലുള്ളൊരു നഗരം കത്തിയെരിയുമ്പോൾ അവിടുത്തെ ചക്രവർത്തി വീണ വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയൊന്നും ചെയ്യില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, മധ്യ കേരളം ഒന്നാകെ, അതേപോലെ മലബാറിൽ മലവെള്ളപ്പാച്ചിൽ, കുത്തിയൊലിച്ച് വന്ന മലവെള്ളപ്പാച്ചിലിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഡസനോളം ആളുകളെ കാണാതായിപ്പോയി, മിസ്സിംഗ് ആയി, മരണപ്പെട്ടു പോയി. അതേപോലെ എത്രയോ പാവങ്ങളുടെ അവരുടെ ഒരു ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം, വീടുകൾ ഒലിച്ചുപോയി. അതേപോലെ തന്നെ അവരുടെ സമ്പാദ്യങ്ങൾ ഒലിച്ചുപോയി. അവരുടെ ഉറ്റവരുടെ പലരുടെയും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വലിയ ദുരിതത്തിൽ അവരുടെ വീട് വെള്ളത്തിൽ മുങ്ങി, മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ, ഭക്ഷണത്തിന് യാതൊരു മാർഗവുമില്ല. പല ആശ്വാസ കേന്ദ്രങ്ങളിലും ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല എന്ന് പരാതിയുള്ളപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങ് പൊന്നാനിയിൽ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിഭാഗത്തിൻ്റെ നേതാവ് ഫൈസൽ ബാഫയ്ക്ക് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തുകയായിരുന്നു. അദ്ദേഹം അവിടെ പോയിട്ട് നല്ല കരിമീൻ പൊള്ളിച്ചതും നല്ല ചിക്കൻ നിറുത്തി പൊരിച്ചതും അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നല്ല ഒന്നാം തരം, നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടില്ലേ, ആ മേശയിൽ മുഴുവൻ നല്ല ഒന്നാം തരം വിഭവങ്ങൾ അങ്ങനെ അദ്ദേഹം അടിച്ച് വീശുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെതിരല്ല. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ നൗഷാദ് അലി MLA, പൊന്നാനി MLA പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വിശന്നാൽ ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കാതെ പറ്റുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട KP നൗഷാദ് അലി MLAയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഒരു വിഭാഗം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണത്തിനൊരു വകയില്ലാതെ വീട്ടിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവരോട് മാനസികമായി ഐക്യപ്പെട്ടുകൊണ്ട് ആ വിഷമത്തിൽ പങ്കുചേരുന്നതിന് പകരം ഈ രൂപത്തിൽ, വലിയ രൂപത്തിൽ പുറകിൽ ഫോട്ടോ ആളുകൾ പോസ്റ്റ് ചെയ്താണോ അങ്ങ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കല്? ചുറ്റും 10-20 പേർ പുറകിൽ നിന്നുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നത് ആ ആളുകൾ നോക്കി നിന്നുകൊണ്ടാണോ? തൊട്ടടുത്ത ആളുകൾ ചുറ്റും ഇരുന്നു കൊണ്ടാണോ അങ്ങ് ഈ രൂപത്തിലാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കൽ? ഈ രൂപത്തിലുള്ള സൽക്കാരങ്ങൾ ഈ സമയത്ത് അങ്ങ് ചെയ്തത് ശരിയാണോ? അങ്ങ് തന്നെ സ്വയം ചിന്തിക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണോ? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത്? അങ്ങ് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വകാര്യമായിട്ട് കഴിച്ചാൽ ഓക്കെ, അങ്ങ് ഷുഗറോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഭക്ഷണം ആരോഗ്യത്തിലല്ല. പക്ഷേ അങ്ങ് ഇത്തരം ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഈ രൂപത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വലിയൊരു ഒരു ആഘോഷ രൂപത്തിൽ ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ ഭക്ഷണം കഴിച്ചതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പുകിലുണ്ടാക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ മാതൃകയാവണ്ടേ? നിങ്ങൾ ഈ കേരളം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, അവരുടെ വീടുകൾ കുത്തിയൊലിച്ച് പോകുമ്പോൾ അല്പം മാന്യത കാണിക്കേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അല്പം അങ്ങ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞ ആളാണ്. 5 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇവിടുത്തെ മന്ത്രിമാരെയും ഇടതുപക്ഷത്തെയും ഒരു തരത്തിലുള്ള വിശ്രമവും കൊടുക്കാതെ നഖശിഖാന്തം വിമർശിച്ച അങ്ങ് മുഖ്യമന്ത്രിയായപ്പോൾ അല്പം മര്യാദ കാണിക്കണ്ടേ? ആളുകൾക്ക് ബോധ്യപ്പെടണ്ടേ അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ? അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരുന്നു ഈ രൂപത്തിലുള്ള ഒരു സമയത്ത് ചെയ്തതെങ്കിൽ അങ്ങും അങ്ങയുടെ പ്രചാരകന്മാരും അങ്ങേ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടുക? അതുകൊണ്ട് പ്രിയപ്പെട്ട നൗഷാദ് അലി MLA, അങ്ങ് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുക എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഇതൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് താങ്കളുടെ കാലം തള്ളി നിൽക്കുക. അങ്ങേപ്പോലെയുള്ള ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ അവരെന്ത് കരുതുന്നു എന്ന് കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അങ്ങ് പരസ്യമായിട്ട് മുഖ്യമന്ത്രി ചെയ്തതിനെ ന്യായീകരിക്കുകയും ഇത്തരം വഷളൻ ന്യായങ്ങൾ കൊടുക്കുമ്പോൾ അല്പം ഉളുപ്പ് വേണം. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്ന അഭ്യസ്തവിദ്യരായ അങ്ങ് ഇത്തരത്തിൽ ന്യായീകരിക്കുമ്പോൾ അഭ്യസ്തവിദ്യരായ മലയാളികൾ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും താങ്കളെപ്പോലെയുള്ളവർ കാണിക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. പൊന്നാനിയിലാണ് കുറച്ച് ഗുരുതര പ്രശ്നമുള്ളത്. പൊന്നാനിയിൽ ഇന്നലെയൊക്കെ